മറ്റൊരു മണ്ഡലകാലത്തിനായി ശബരിമല നട തുറന്നു. ഇനി വ്രതശുദ്ധിയുടെയും ശരണം വിളിയുടെയും നാളുകൾ. പുതിയ മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായ ടി വാസുദേവൻ നമ്പൂതിരിയും ചേർന്നാണ് ക്ഷേത്ര നടകൾ തുറന്നത്. ആദ്യ ദിനം 30,000 പേരാണ് ദർശനത്തിനായി ബുക്ക് ചെയ്തത്. ഇന്നു മുതൽ ഡിസംബർ 25 വരെയാണ് എല്ലാ ദിവസവും പൂജകൾ ഉണ്ടാകുക. ഇന്നലെ 30,000 പേരാണ് വെർച്വൽ ക്യൂ മുഖേന ദർശനത്തിനായി ബുക്ക് ചെയ്തിരുന്നത്. ആദ്യ ആഴ്ചയിലെ ഓൺലൈൻ ബുക്കിംഗ് പൂർണ്ണമായും നിറഞ്ഞു കഴിഞ്ഞു. അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന എല്ലാവർക്കും ദർശന സൗകര്യം ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. തീർത്ഥാടനം കൂടുതൽ ഏകോപിപ്പിക്കാനും സുഗമമാക്കാനും പുതിയ മണ്ഡലകാലത്തിനായി വിവിധ മാർഗനിർദ്ദേശങ്ങളാണ് തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഉണ്ടായിരിക്കും. 18ാം പടിയിൽ പരമാവധി ഭക്തരെ വേഗത്തിൽ കടത്തിവിടാനുള്ള സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 16 മണിക്കൂർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇക്കുറി 18 മണിക്കൂർ ദർശന സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 10,000 പേർക്കുമാണ് ഒരു ദിവസം ദർശനം അനുവദിക്കുക. ഇത്തവണ തീർത്ഥാടകർ ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങൾ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ പുതിയ നിർദ്ദേശം പുറത്തിറങ്ങിയിരുന്നു. മുൻപിൻ കെട്ടുകളിൽ ഉൾപ്പെടുത്തേണ്ട വസ്തുക്കൾ സംബന്ധിച്ചാണ് നിർദ്ദേശം നൽകിയിരുന്നത്. മുൻകെട്ടിൽ ഉണക്കലരി, നെയ്ത്തേങ്ങ, ശർക്കര, കദളിപ്പഴം, വെറ്റില, അടയ്ക്ക, കാണിപ്പൊന്ന് എന്നിവയാണ് ഉൾപ്പെടുത്തേണ്ടത്. പിൻകെട്ടിൽ ശബരിമലയിൽ സമർപ്പിച്ച വെള്ള നിവേദ്യം വാങ്ങാനുള്ള അരി എന്നിവയും ഉൾപ്പെടുത്താം. ഇരുമുടിക്കെട്ടിൽ തന്ത്രി നിർദ്ദേശിക്കുന്നതല്ലാത്ത വസ്തുക്കൾ കൊണ്ടുവരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് പാടില്ലെന്നും ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതും വഴിയുണ്ടാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പുതിയ നിർദ്ദേശം. തീർത്ഥാടകർക്കായി എരുമേലിയിൽ ചെറിയമ്പലത്തിന് സമീപത്തായി ഭവന നിർമ്മാണ ബോർഡിന്റെ സ്ഥലത്ത് വാഹന പാർക്കിംഗ് സംവിധാനം ഒരുക്കി. റവന്യൂ മന്ത്രി കെ രാജനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എരുമേലിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡിവോഷണൽ ഹബ് സജ്ജീകരിക്കുന്നതിനുള്ള ആദ്യഘട്ടമായാണ് മിതമായ നിരക്കിലുള്ള പാർക്കിംഗ് സംവിധാനം. 3 ഘട്ടങ്ങളായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന എരുമേലി ഡിവോഷണൽ ഹബിന്റെ 2ാം ഘട്ടത്തിൽ ഭക്ഷണശാല, റിഫ്രഷ്മെന്റ് സെന്റർ, കഫ്റ്റേരിയ എന്നിവയും 3ാം ഘട്ടത്തിൽ ഗസ്റ്റ് ഹൗസ്, ഡോർമെട്രി സൗകര്യങ്ങൾ എന്നിവയും സജ്ജീകരിക്കുമെന്ന് ഭവന നിർമ്മാണ ബോർഡ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. തീർത്ഥാടകർക്ക് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കാനായി വലിയ സംവിധാനങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിലെയും മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരെ കൂടാതെ വിദഗ്ധ സന്നദ്ധ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. എല്ലാ പ്രധാന ശബരിമല പാതകളിലും ആരോഗ്യ വകുപ്പിന്റെ സേവനം ലഭ്യമാണ്. എല്ലാവരും ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പമ്പയിലെ കൺട്രോൾ സെന്റർ 24 മണിക്കൂറും പ്രവർത്തിക്കും. ആരോഗ്യ പ്രവർത്തകരുടെയും വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരുടെയും സേവനം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. മലകയറ്റത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ വിവിധ ഭാഷകളിൽ അവബോധം ശക്തമാക്കിയിട്ടുള്ളതായും മന്ത്രി വ്യക്തമാക്കി. നിലവിൽ വിവിധ രോഗങ്ങൾക്കായി ചികിത്സയിലിരിക്കുന്നവർ ദർശനത്തിനായി എത്തുമ്പോൾ ചികിത്സാ രേഖകളും കഴിക്കുന്ന മരുന്നുകളും കൈവശം കരുതേണ്ടതാണെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ വ്രതകാലത്ത് നിർത്തരുത്. മല കയറുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ദർശനത്തിന് എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ നടത്തം ഉൾപ്പെടെയുള്ള ലഘുവ്യായാമങ്ങൾ ചെയ്തു തുടങ്ങേണ്ടതാണ്. മല കയറുന്നതിനിടയിൽ ക്ഷീണം, തളർച്ച, നെഞ്ചുവേദന, ശ്വാസതടസ്സം എന്നിവ ഉണ്ടായാൽ മല കയറുന്നത് നിർത്തി എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. സാവധാനം മല കയറുക, ഇടയ്ക്കിടെ വിശ്രമിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, അവ വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക, പാമ്പ് കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് തീർത്ഥാടകർക്ക് നൽകിയിട്ടുണ്ട്. അടിയന്തര സഹായത്തിനായി 0435 203232 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറും നൽകിയിട്ടുണ്ട്. തീർത്ഥാടകർക്കായി നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ അരമണിക്കൂർ സൗജന്യമായി ഇന്റർനെറ്റ് കിട്ടുന്ന വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാവും. ദേവസ്വം ബോർഡും BSNL ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. പമ്പയിലും നിലയ്ക്കലും എല്ലായിടത്തും സന്നിധാനത്ത് ശരംകുത്തി മുതലായിരിക്കും സൗജന്യ വൈഫൈ കിട്ടുക. തീർത്ഥാടന കാലം പ്രമാണിച്ച് 9 സ്പെഷ്യൽ ട്രെയിനുകൾ റെയിൽവേ അനുവദിച്ചു.
ചെന്നൈ കൊല്ലം റൂട്ടിൽ 4 സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഉണ്ടാവും. ഈ മാസം 19 മുതൽ ജനുവരി 19 വരെയാണ് സർവീസുകൾ. കച്ചിഗൂഡ കോട്ടയം റൂട്ടിൽ 2 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് തുടങ്ങി. ഹൈദരാബാദ് കോട്ടയം റൂട്ടിൽ 2ഉം കൊല്ലം സെക്കന്ദരാബാദ് റൂട്ടിൽ 1 സ്പെഷ്യൽ ട്രെയിനും സർവീസ് നടത്തും.